സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. കല കലക്കും കൊല്ലം. കലയുടെ കേളി, കലയുടെ കൈത്താ, കലയുടെ അരങ്ങും അണിയറയും, കലയുടെ രുചിമധുരം, കലയുടെ നിറക്കൂട്ടുകൾ. കലകൾ കൈകോർക്കുന്നു റിപ്പോർട്ടറിൽ. കല കലക്കും കൊല്ലം, ജനുവരി 4 മുതൽ റിപ്പോർട്ടറിൽ. കലോത്സവത്തിൽ എല്ലാ വർഷവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് സ്വർണ്ണക്കപ്പിനായി തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോടിന്റെ കൈവശമാണ് ആ സ്വർണ്ണക്കപ്പ്. കോഴിക്കോട് നിന്നും സ്വർണ്ണക്കപ്പ് കൊല്ലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് മോഡൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് വിദ്യാഭ്യാസ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിലിന് കപ്പ് കൈമാറിയിട്ടുണ്ട്. കലോത്സവത്തിന് ഒരുങ്ങിയ പ്രധാന വേദിയുടെ കൈമാറ്റ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടിയും നിർവഹിച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് 117 പവനുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും അതിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും സഞ്ചരിച്ച് 3-ാം തീയതി ഉച്ചയോടുകൂടി കൊട്ടാരക്കര എത്തിച്ചേരും. സ്വീകരിച്ച് നഗരത്തിൽ വലിയ ഘോഷയാത്രയോടുകൂടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. ദിലീപ് ദേവസിയുണ്ട് കൊല്ലത്ത് നിന്നും. ദിലീപ്, കല കലക്കണ്ടേ, എന്തായി ഒരുക്കങ്ങൾ? വിനീത, നാളെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ കല കലക്കുന്ന കൊല്ലമായി മാറുകയാണ്. അതായത് ഇന്ന് ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാന കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അവസാനഘട്ട മീറ്റിംഗ് ആണ്. അതായത് മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്, MLA മുകേഷ് ഉണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുണ്ട്, അങ്ങനെ കൊല്ലം മേയറുണ്ട്, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെ എല്ലാം തന്നെയുടെ നേതൃത്വത്തിലുള്ള അവസാനഘട്ട യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഇന്ന് ഈ യോഗങ്ങൾക്കൊക്കെ ശേഷം ഈ വലിയ കവാടം, അതായത് ഏറ്റവും വലിയ ആശ്രമ മൈതാനത്തെ ഈ പന്തൽ അല്പം മുമ്പ് തന്നെ എല്ലാ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചു കൈമാറ്റ ചടങ്ങ് നടത്തിയിരുന്നു. ഉമ്മർ എന്ന് പറയുന്ന തൃശ്ശൂരുകാരനായിരുന്നു ഈ പന്തലിൻ്റെ കോൺട്രാക്റ്റ് നൽകിയിരുന്നത്. അദ്ദേഹം തന്നെ ഈ നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിച്ച് മന്ത്രിക്ക് ഇതിൻ്റെ താക്കോൽദാനം നൽകുകയും ചെയ്തു. നാളെ ഉച്ചയോടുകൂടെ തന്നെ നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നിന്നെത്തുന്ന സ്വർണ്ണക്കപ്പിന് കൊട്ടാരക്കരയിൽ മന്ത്രി ചിഞ്ചുറാണിയും മന്ത്രി ബാലഗോപാലും കൂടെ ചേർന്ന് സ്വീകരിക്കും. പിന്നെ ജില്ലയിൽ വലിയ യാത്രയായി ഘോഷയാത്രയോടുകൂടെ തന്നെ കൊണ്ടുവരുന്നു. ശേഷം ആശ്രമ മൈതാനത്ത് ഇവിടെ നിന്ന് വെക്കുന്നു. പിന്നീട് കൊല്ലം നഗരത്തിലൊരു വിളംബര ജാഥ ഈ കപ്പുമായി 117 കപ്പുമായിട്ടുള്ള ഒരു യാത്രയുണ്ട്. അങ്ങനെ ഈ വലിയ തോതിലുള്ള സന്നാഹങ്ങളോടുകൂടെ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളോടുകൂടെ തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കൊല്ലം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. 14,000-ഓളം വരുന്ന മത്സരാർത്ഥികളും 239 വരുന്ന ഐറ്റങ്ങളും അടങ്ങുന്ന വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് നാളെ മുതൽ, അതായത് നാളെ വൈകിട്ടിന് ശേഷം പിന്നീട് 5 ദിവസം കല കലക്കുന്ന കൊല്ലമായി മാറും. പിന്നീട് അങ്ങോട്ട് കലോത്സവത്തിന് ഒരുങ്ങുകയാണ് കൊല്ലം. ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. റിപ്പോർട്ടറിന്റെ ടീമും തത്സമയ വിവരങ്ങൾ കലയുടെ ഓരോ കൈളികൊട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമായിട്ടുണ്ട്. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.